It's me Rahul. Welcome to Rich Chat Talks. ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ നിഫ്റ്റി ആ റേഞ്ച് ബ്രേക്ക് ചെയ്തപ്പം ഒരു ഡൗൺഫാൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ലാസ്റ്റ് വീഡിയോയിൽ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നിഫ്റ്റിയുടെ ഇന്നലത്തെയാണ്. നിഫ്റ്റി ഈ ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, നോട്ട് ദിസ് ഏരിയ, സോറി, 50 മിനിറ്റ്സ്. ഓക്കെ, നിഫ്റ്റി ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് താഴോട്ട് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുമെന്ന് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് നിഫ്റ്റി നേരെ നാളത്തെ അനാലിസിസിലോട്ട് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഇതൊക്കെ എടുത്ത് കളഞ്ഞേക്കാം. ഓക്കെ, ഓക്കെ, സി ഓക്കെ, ഇപ്പം നമ്മൾ നിഫ്റ്റിയുടെ മുകളിലുള്ള 25,000 എന്നുള്ള മെയിൻ ഒരു റെസിസ്റ്റൻസും ഇതിൻ്റെ താഴെ 25,200 എന്നുള്ള ഈ റെസിസ്റ്റൻസ് ഉള്ളത്. ഈ റെസിസ്റ്റൻസ് നമുക്ക് എടുത്ത് കളഞ്ഞേക്കാം, നമുക്ക് സപ്പോർട്ട് എടുത്ത് കളഞ്ഞേക്കാം. നമുക്ക് ഈ ഒരു മൂവ്മെന്റ് മാത്രം മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നിഫ്റ്റിനെ 1 മന്തിലോട്ട് ജസ്റ്റ് പോവാം. മന്ത്ലി മൂവ് വന്നാൽ നിഫ്റ്റി നമുക്ക് ജസ്റ്റ് നോക്കാം. മന്ത്ലി മൂവ് നിഫ്റ്റിയുടെ കാണണം. മന്ത്ലി മൂവ് സ്റ്റിൽ നിഫ്റ്റി മുകളിൽ തന്നെയാണ്. ഈ മന്തിന്റെ മുകളിലാണ് ഇപ്പോഴും നിഫ്റ്റി നിൽക്കുന്നത്. സ്റ്റിൽ മന്ത്ലി നമുക്കൊന്നും പറയാനായിട്ടില്ല. എന്താണ് നിഫ്റ്റിയുടെ മന്ത്ലി ഒരു വ്യൂ സ്റ്റിൽ ബുള്ളിഷ് തന്നെയാണ്. നിഫ്റ്റി നെഗറ്റീവിലോട്ട് പോയത് മന്ത്ലിയിൽ നമുക്ക് പറയാനായിട്ടില്ല. ഓക്കെ, ജസ്റ്റ് ഗോ ഫോർ വീക്കിലിയിൽ പോകുമ്പോൾ നിഫ്റ്റി ഏകദേശം ലാസ്റ്റ് വീക്കിന്റെ ഒരു മീഡിയൻ വരെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ വീക്കിലിയിൽ നമുക്ക് ജസ്റ്റ് ഒരു എന്താ പറയാ, ഒരു ബിയർഷ്നെസ് കാണിക്കുന്നുണ്ട് നിഫ്റ്റി. ജസ്റ്റ് ഓക്കെ, ഡെയിലിയിൽ പോവാം. ഡെയിലി ഉണ്ടോ? ഡെയിലിയിൽ നിഫ്റ്റി ലാസ്റ്റ് ഡേയുടെ താഴെയാണ്. അപ്പം ഒരു ടെമ്പററി ആയിട്ട് നിഫ്റ്റി അസൈഡ് ട്രേഡിങ് ഫോർ നമുക്ക് നിഫ്റ്റി ഒരു ക്ലിയർ നെഗറ്റീവ് വ്യൂ ആണ് നമുക്കുള്ളത് ഡെയിലിയിൽ. ഓക്കെ, നോട്ട് മന്ത്ലിയിലല്ല. അപ്പൊ ജസ്റ്റ് നമുക്ക് ഈ മേജർ ആയിട്ടുള്ള ഈ ലെവൽ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. നിഫ്റ്റിയുടെ ഡിസംബർ ഹൈ. ഓക്കെ, ഡിസംബറിൽ നിഫ്റ്റി ഉണ്ടാക്കിയ ഹൈ നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തേക്കാം. നിഫ്റ്റി ഏകദേശം ഈ ഒരു ഹൈയിൽ വന്നിട്ടാണ് നിഫ്റ്റി ഡിസംബറിൽ താഴ്ത്തു പോയിട്ടുള്ളത്. മുന്നിൽ കാണുന്നുള്ള ഡെയിലി ടൈം ഫ്രെയിം ആണ് കേട്ടോ. ഡബിൾ ടോപ്പ് ഇവിടം വരെ വന്നു, ജസ്റ്റ് പിന്നെ വന്നു, താഴ്ത്തു പോയി. ഓക്കെ, അപ്പം ഈ ഒരു ഏരിയ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ടും ആയിരുന്നു നിഫ്റ്റിക്ക്. മോളും താഴ്ത്തു വരുമ്പോൾ ഇപ്പൊ നിൽക്കുന്നത് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തിട്ടാണ്. അപ്പൊ നമുക്ക് ആ ഒരു ഏരിയ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഓൾറെഡി ആ ഏരിയ ബ്രേക്ക് ചെയ്തിട്ടാണ് നിഫ്റ്റി നിൽക്കുന്നത്. അപ്പൊ ജസ്റ്റ് നമുക്ക് ഇപ്പൊ ഇന്നുണ്ടാക്കിയ ഡേ ലോ ജസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് നിഫ്റ്റി 1 അവറിലോട്ട് വന്നു കഴിഞ്ഞാല് ഇവിടം വരെ വന്നിട്ട് ജസ്റ്റ് നിഫ്റ്റി ഒന്ന് ജസ്റ്റ് പുൾ ബാക്ക് ചെയ്തു. അതിനും കാരണങ്ങളുണ്ട്. ഇതൊരു ചെറിയതായിട്ട് ഒരു മൈനർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നിഫ്റ്റി ഡൗണിലോട്ടൊരു മൂവ്മെന്റ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാളെ നിഫ്റ്റി ഇവിടുന്ന് ഓപ്പൺ ആയിട്ട് ഒരു ഫ്ലാറ്റ് ഓപ്പൺ ആയിട്ട് താഴോട്ട് നേരെ ഫ്ലാറ്റ് ആയിട്ട് താഴോട്ട് വീഴുകയാണെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് നിഫ്റ്റിക്ക് 24,557, അതായത് 24,500 ആക്ട് ചെയ്യും. ഓക്കെ, നിഫ്റ്റിയുടെ താഴോട്ടുള്ള ഫസ്റ്റ് സപ്പോർട്ടായിട്ട് അതാണ് ആക്ട് ചെയ്യുക താഴോട്ട് വരുമ്പോൾ. ഓക്കെ, നിഫ്റ്റി മുകളിലോട്ട് പോവാണെങ്കിൽ സെൽ ഓൺ റൈസ് കോൺസെപ്റ്റ് ഇവിടെ വന്നിട്ട് ഈ ഒരു ഏരിയയിൽ 24,750 ഈ ഒരു ഏരിയയിൽ സപ്പോർട്ട് ചെയ്ത് നിഫ്റ്റി താഴോട്ട് വരികയാണ്. നമുക്ക് ഇവിടുന്ന് നിഫ്റ്റിനെ പിന്നെ നമുക്ക് സെല് ചെയ്യാം. നിഫ്റ്റിയുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് ഇവിടെയും കാണാം. ഓക്കെ, ഇതാണ് നിഫ്റ്റിയുടെ വ്യൂ. നിഫ്റ്റി കറണ്ട് സപ്പോർട്ട്. അപ്പോൾ നിഫ്റ്റിക്ക് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റിക്ക് താഴോട്ടാണുള്ളത്. അത് കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ മേജർ സപ്പോർട്ടായിട്ട് പിന്നെ ആക്ട് ചെയ്യുക. പിന്നെ ഇതിന് താഴെ ഇത് 24,500, പിന്നെ 24,400, പിന്നെ അങ്ങനെ തുടർന്നുള്ള ടാർഗറ്റ് താഴോട്ടുണ്ടാവും നിഫ്റ്റിക്ക്. ഓക്കെ, $24,200, ഫൈനലി 24,300. ഓക്കെ, 2400. ഓക്കെ, ഇങ്ങനെ ടാർഗറ്റ് ആയിരിക്കും നിഫ്റ്റിക്ക് താഴോട്ട് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നിഫ്റ്റിയുടെ നാളത്തെ നമ്മുടെ ക്ലിയർ വ്യൂ ഇതാണ്. നിഫ്റ്റി നാളെ ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരികയാണെങ്കിൽ നിഫ്റ്റിക്ക് ഈ ഒരു ടാർഗറ്റ് 1, ടാർഗറ്റ് 2, ടാർഗറ്റ് 3, ടാർഗറ്റ് 4 ഇതാണ് നിഫ്റ്റിയുടെ മുകളിലോട്ടുള്ള താഴോട്ടുള്ള വ്യൂ. മുകളിലോട്ട് നിഫ്റ്റി പോകണമെങ്കിൽ നിഫ്റ്റിയുടെ ഇമ്മീഡിയറ്റ്
ആയിട്ടുള്ള മുകളിലുള്ള റെസിസ്റ്റൻസ് ഇതാണ്. അങ്ങനെ മുകളിലോട്ടാണ് നിഫ്റ്റിയുടെ മൂവ്മെന്റെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പിലാണെങ്കിൽ നിഫ്റ്റി മുകളിലോട്ട് പോയിട്ട് തിരിച്ചു വന്നിട്ട് നമ്മുടെ 750 സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോകണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു ബൈ കൊടുക്കാം. മുകളിലോട്ടുള്ള ടാർഗറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഇതെടുക്കാം 24,900, അതിന്റെ മുകളിൽ 25,000. ഇതായിരിക്കും നിഫ്റ്റിയുടെ മുകളിലോട്ടുള്ള മൂവ്മെന്റ്. പിന്നെ താഴോട്ടുള്ള സപ്പോർട്ട്സും ഞാൻ വരച്ചിരിക്കുന്നതായിരിക്കും നിഫ്റ്റിയിൽ. ഓക്കെ, ബാങ്ക് നിഫ്റ്റി നോക്കാം. സി 1 മന്തിൽ ബാങ്ക് നിഫ്റ്റി നമുക്ക് ഒരു എന്താ പറയാ നെഗറ്റീവിലോട്ട് പോയെന്ന് ചോദിക്കാൻ ആയിട്ടില്ല. മന്ത്ലി ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ പറയാനായിട്ടില്ല. വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കാം. വീക്ക്ലി ടൈം ഫ്രെയിമിൽ ബാങ്ക് നിഫ്റ്റി ഈ ഒരു ഏരിയയിൽ വീണ്ടും കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ സപ്പോർട്ടായിട്ട് നമുക്ക് ആദ്യം മാർക്ക് ചെയ്ത് വെക്കാം. ഓട്ടെ, ഫോർ എ ഡൗൺ മൂവ്മെന്റ് നമുക്ക് ഈ ഒരു ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം 54,593. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് നമുക്ക് ഡേ ടൈം ഫ്രെയിമിലോട്ട് വരാം. ഡേ ടൈം ഫ്രെയിമിലോട്ട് വരുമ്പം ബാങ്ക് നിഫ്റ്റി കണ്ടോ ഈ ഒരു ഏരിയയിൽ തന്നെയാണ് ഇപ്പോഴും ട്രേഡ് ചെയ്യുന്നത്. അപ്പം നമുക്കിത് മുകളിലോട്ട് കയറ്റി വെക്കാം. അപ്പം നാളെ ബാങ്ക് നിഫ്റ്റി ഇത് ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, മുകളിൽ താഴോട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ബാങ്ക് നിഫ്റ്റിയുടെ 53,900 എന്ന് പറഞ്ഞൊരു സപ്പോർട്ടായിരിക്കും താഴോട്ട് ബാങ്ക് നിഫ്റ്റിക്ക് ആഡ് ചെയ്യുക. അപ്പം ബാങ്ക് നിഫ്റ്റി ഇവിടുന്ന് വന്നിട്ട് ഇങ്ങനെ ഒരു മൂവ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ടാർഗറ്റ് നമുക്ക് താഴോട്ട് എക്സ്പെക്ട് ചെയ്യാം. മുകളിലോട്ടാണെങ്കിൽ നമ്മൾ ഇന്നത്തെ ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിക്ക് നമുക്ക് മുകളിലോട്ടുള്ളൊരു മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഓക്കെ, 56,097, 5600, 50,000. ഓക്കെ, ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ മുകളിലോട്ടുള്ള വ്യൂ. അതിന് ബാങ്ക് നിഫ്റ്റി ഇവിടുന്ന് ഈ ഒരു മൂവ്മെന്റ് ഇപ്പൊ ഞാൻ വരച്ച പോലെ തന്നെ ഇവിടുന്ന് ഇങ്ങനെ ഒരു മൂവ്മെന്റ് മുകളിലോട്ട് തരണം. അല്ലാതെ ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഒരു ഏരിയ നോ ട്രേഡിംഗ് സോൺ ആണ്. താഴോട്ട് ഈ ഒരു ടാർഗറ്റ് ആയിരിക്കും ഉണ്ടാവുക. അതിനും ബാങ്ക് നിഫ്റ്റി ഡെയിലി ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരണം. എന്നാലേ നമുക്ക് ആ ഒരു ടാർഗറ്റ് നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു.